ഹായ് ഫ്രണ്ട്സ്, ആൻസ് ലൈഫ് സ്റ്റൈൽ ആൻഡ് കുക്കിങ്ങിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഊണിന് വേണ്ടിയിട്ട് ഊണിന് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു തോരനായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പഴയ വിഭവമാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു വിഭവമാണ്. എന്താണെന്നല്ലേ, ഇതാണ് വാഴപ്പിണ്ടി വെച്ചിട്ടുള്ള തോരനാണ്. വാഴപ്പിണ്ടി, ഉണ്ണിപ്പിണ്ടി എന്നൊക്കെ പറയും. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് പറയൽ. നിങ്ങളെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. നമ്മുടെ വാഴയുടെ പോള പൊളിച്ചെടുത്ത് അതിനുള്ളിൽ നിന്ന് എടുക്കുന്ന ആ ചെറിയ പിണ്ടിയാണ് പിണ്ടിത്തോരൻ എന്നൊക്കെ പറയും. നമ്മൾ നല്ല അടിപൊളി ചൂട് ചോറുമായിട്ട് ഈ തോരൻ കഴിച്ചാൽ നല്ല അടിപൊളിയാണ്. ഈ ഒരൊറ്റ തോരൻ മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാം. ഇതാണ് സാധനം, വാഴപ്പിണ്ടി, ഉണ്ണിപ്പിണ്ടി എന്നൊക്കെ പറയുന്ന സാധനം. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ തോരൻ ഉണ്ടാക്കാൻ പോവാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണിത്. നമ്മുടെ വയറിനൊക്കെ നല്ലതാണ്. വയറിനുള്ളിൽ അഴുക്കൊക്കെ, ധാരാളമായിട്ടുള്ള കൊളസ്ട്രോള്, കൊഴുപ്പ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല, അഴുക്കുകളൊക്കെ ഉണ്ടാവില്ല നമ്മുടെ വയറ്റിൽ. അതൊക്കെ ഒഴിവാക്കി നമ്മളെ വയറ് നന്നായിട്ട് ശുദ്ധി ചെയ്യും. ഇതേപോലെ ധാരാളം നാരടങ്ങിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ. അപ്പോൾ ധാരാളം നാരടങ്ങിയ ഒരു ഭക്ഷണമാണ് വാഴപ്പിണ്ടി, വാഴക്കൂമ്പ്. അങ്ങനെ വാഴയുടെ ഒരുവിധം എല്ലാ സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ വാഴപ്പിണ്ടി വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഹെൽത്തി മാത്രമല്ല, ഇത് നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല രുചിയാണ് ഈ തോരൻ വെച്ചാൽ. അപ്പോൾ ഞാനിതിങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ നാരൊന്ന് വലിച്ചെടുക്കും. നമ്മൾ കുറച്ച് നാരൊക്കെ നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കണം. ഒത്തിരി അതേപോലെ കഴിക്കാൻ കഴിയില്ല, ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ നാരൊന്ന് മെല്ലെ വലിച്ച് എടുക്കുമ്പോൾ അതിൻ്റെ നാരിങ്ങനെ വലിഞ്ഞ് വരും. അത് നമ്മളിങ്ങനെ കയ്യിലോ എന്തെങ്കിലും ചുറ്റി അപ്പോൾ തന്നെ അങ്ങ് ഒഴിവാക്കാം. ഇങ്ങനെ ഇതെല്ലാം വട്ടത്തിൽ ആദ്യം മുറിച്ചെടുത്തതിന് ശേഷമാണ് ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കുന്നത്. കുത്തി അരിഞ്ഞ പോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. എന്നിട്ട് വേണം നമുക്കിത് തോരൻ വെക്കാൻ. അപ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് ഒന്ന് മുറിച്ചെടുക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണണേ. അപ്പോൾ ഞാൻ ഇതെല്ലാം വട്ടത്തിൽ അരിഞ്ഞ് അതിൻ്റെ നാരൊക്കെ വലിച്ചെടുത്ത് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതാക്കി ഇതൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാം. ഇതേപോലെ നീളത്തിലരിഞ്ഞ് ഒന്ന് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്താൽ മതി. അതിനധികം വേവൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് വെന്തോളും. അതുകൊണ്ട് ചെറിയ കഷ്ണാക്കി, നമ്മൾ വലിയ കഷ്ണാക്കി ഇട്ടാൽ അത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. കൊത്തി അരിഞ്ഞെടുക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. ഇതേപോലെ നമുക്ക് ചെറുതാക്കി എല്ലാം ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. നന്നായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു അരമുറിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. ഒരു കപ്പ് തേങ്ങ, അത്രയേ ഉള്ളൂ. തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു നാലഞ്ച് വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. ചെറിയതായതുകൊണ്ടാണ് അത്ര എടുത്തത്. പിന്നെ കുറച്ച് ചെറുപയർ, ഒരു പിടി ചെറുപയറാണ്, അതൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചെറുപയറിട്ട് വേവിക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഒരു 3-4 പച്ചമുളക്, നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കൂടുതൽ എരിവ് വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള പച്ചമുളക് എടുക്കാം. കുറച്ച് ചെറിയ ഉള്ളി. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഒതുക്കിയെടുക്കണം, ഒന്ന് ചതച്ചെടുക്കണം. അതിൻ്റെ അരപ്പാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കുതിർത്ത് വെച്ച ചെറുപയറൊന്ന് കുക്കറിലോട്ടിട്ട് വേവിക്കാം. നമ്മളിത് സെപ്പറേറ്റ് വേവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പിണ്ടിക്ക് വലിയ വേവൊന്നുമില്ല, പിന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മൾ ചെറുപയർ വേവണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒപ്പിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് വേവിച്ചാൽ, പിണ്ടീൻ്റെ ഒപ്പം വെള്ളം ഒഴിച്ച് വേവിച്ച് കൊടുത്താൽ അതാകെ കുഴഞ്ഞു പോവും. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കത് വേവിച്ച് എടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം.
പച്ചമുളകും ഒക്കെ ഒന്ന് ഇട്ട് അത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ്, കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഞാനിത് ചതച്ചെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി, അരഞ്ഞു പോവരുത്. അപ്പോൾ തേങ്ങയൊക്കെ നല്ലതായിട്ട് ഞാൻ ഒതുക്കിയെടുത്തിട്ടുണ്ട്. അരഞ്ഞു പോകാതെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് തോരൻ ഉണ്ടാക്കിയെടുക്കാം. ഞാനിത് മൺചട്ടിയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു പഴയ വിഭവമല്ലേ, അപ്പോൾ നാടൻ രീതിയിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് വരില്ല. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഞാൻ ഈ അരപ്പൊന്ന് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അരപ്പിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാതെ അതിലോട്ട് പിന്നെ നമ്മൾ കൊത്തിയരിഞ്ഞ് വെച്ച പിണ്ടിയും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ആ വെളിച്ചെണ്ണയിൽ കടന്നതൊന്ന് നന്നായിട്ട് ആ അരപ്പും പിണ്ടിയും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് എല്ലാം ഒന്ന് നല്ലപോലെ സൈഡിൽ നിന്നൊക്കെ വടിച്ച് നല്ല തട്ടിപ്പൊത്തി ഇതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി നമുക്കൊന്ന് മൂടി വെക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. മൺചട്ടി ആയതുകൊണ്ട് അതിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. നിങ്ങൾ കട്ടി കുറഞ്ഞ പാത്രം എടുക്കുന്നെങ്കിൽ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിളക്കി കൊടുത്താൽ മതി. ഇന്ന് വെള്ളം ഇറങ്ങും. അരപ്പിൽ ഒന്ന് ജസ്റ്റ് ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. അതിന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളൂ. കണ്ടോ, വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഇതൊരു ഏകദേശം പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ചെറുപയർ ഇട്ട് കൊടുക്കുകയാണ്. ചെറുപയറും കൂടെ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്കിത് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ ചെറുപയർ ഈ വാഴപ്പിണ്ടിയായിട്ട് നല്ലപോലെ യോജിച്ച് അതിൻ്റെ ടേസ്റ്റും കൂടെ അതിലോട്ട് ഇറങ്ങണം. കണ്ടോ, നമ്മളെ തോരൻ റെഡിയായി. പെട്ടെന്ന് റെഡിയാക്കി എടുക്കുക. അത് അരിഞ്ഞെടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ഒരു കുഴച്ചിൽ പോലെ ഉണ്ടാവും. ചെറുപയറൊക്കെ ഇട്ടല്ലേ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ച് ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് തുറന്ന് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ അതിലോട്ട് കടുക് തളിക്കാൻ പോവാണ്. വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ചെറിയുള്ളി, ഉണക്കമുളക്, കറിവേപ്പില, കടുക് ഇട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ലാസ്റ്റ് തോരൻ വെച്ച് കഴിഞ്ഞ് ഇതേപോലെയുള്ള തോരൻ വെച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതേപോലെ കടുക് താളിച്ചിട്ട് കൊടുക്കണം. അപ്പോഴാണ് ആ ഒറിജിനൽ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു മണം ഉണ്ടാവും. ഇതേപോലെ ഉണക്കമുളകൊക്കെ മൂപ്പിച്ച് കറിവേപ്പിലയും ചെറിയുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് കൊടുക്കുമ്പോൾ പഴയ ഒരു ഓർമ്മയിലോട്ട് പോകും. മൺചട്ടിയിലാകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ നമ്മളെ കടുക് താളിക്കലൊക്കെ കഴിഞ്ഞ് നമ്മളെ തോരൻ റെഡിയായി. ചൂട് ചോറും നമുക്ക് ഇതേപോലെ മൺകലത്തിൽ തന്നെയാണ് ഞാൻ ചോറും വെക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ചോറും റെഡിയായി. ചോറും കൂട്ടിയിട്ട് നമുക്ക് ഈ തോരൻ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഈ തോരൻ മാത്രം മതിയിട്ട് ചോറ് കഴിക്കാൻ, വേറൊരു കറീൻ്റെ ആവശ്യമില്ല. നല്ല അടിപൊളി തോരനാണ്. അപ്പോൾ എല്ലാവരും വാഴപ്പിണ്ടിയൊക്കെ കിട്ടുന്നവർ അതൊക്കെ ഒന്ന് എടുത്ത് വേസ്റ്റാക്കി കളയാതെ എല്ലാവരും ഒന്ന് തോരൻ വെച്ച് കഴിക്കുക. ഹെൽത്തിനും നല്ലതാണ്. അത് മാർക്കറ്റിലൊക്കെ ഇപ്പോൾ മേടിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഞെക്കിയാൽ ഞാൻ ഇടുന്ന ഇതേപോലെ പുതിയ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വേണം, നിർദ്ദേശങ്ങളും വേണം. അപ്പം ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, സീ യു.